കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്ന പുതിയൊരു മെഗാ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ്. ഏകദേശം 650 പോസ്റ്റിലേക്ക് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷൻ ഫോളോഡ് ബൈ എ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. കേരളത്തിൽ ട്രിവാൻഡ്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് മലയാളം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷൻ ഉണ്ട്. കേരളത്തിലും സെൻറ്റർ അവൈലബിൾ ആണ്. ദെൻ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് LPT ഉണ്ടായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് RBI ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, കാൻഡിഡേറ്റ്സ് ടു എൻഷുവർ ദ എലിജിബിലിറ്റി ഫോർ ദ പോസ്റ്റ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എലിജിബിലിറ്റി എൻഷുവർ ചെയ്യേണ്ടതാണ്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു അവസരമാണ്. നമുക്ക് നോക്കാം. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് മേ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ബിലോ ഫോർ ഫില്ലിംഗ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ സബ്മിഷൻ വിൻഡോ February 16 ഓപ്പൺ ആയിരിക്കുന്നത്. പേയ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ ഫീസ് February 16. എഡിറ്റ് വിൻഡോ to modify or rectify application form. Dates for edit window will be notified on the bank's website in due course. Preliminary examination April 11 then main examination June 7 ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. The bank reserve the right to change the date of examination. ഇത് ടെൻറ്റേറ്റീവ് ആണ്. ഇതിൽ ചേഞ്ച് വരാം. ദെൻ നമുക്ക് വാക്കൻസി നോക്കാം. The bank invites application from eligible candidates for the following post mentioned below. ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ OBCയിൽ ഒരു വാക്കൻസി, ജനറൽ ഓർ UR 5 വാക്കൻസി, ടോട്ടൽ 6 വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് വാക്കൻസി ഇനിയും വരാം. The bank reserved to the right to increase or decrease the number of vacancies as per the requirement or not to fill up the vacancies. Increase or decrease number of vacancies സംഭവിക്കാമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ദെൻ അബ്രിവിയേഷൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. SC/ST OBC ഒക്കെ അബ്രിവിയേഷൻ കൊടുത്തിരിക്കുന്നു. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ദെൻ ബാക്കി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നാഷണാലിറ്റി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ വായിച്ച് നോക്കുക. ഏജ് ലിമിറ്റ് 20 to 28 ഇയേഴ്സ് ആണ്. കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 2 to 98 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1 to 2006. അതിന് റിലാക്സേഷൻ ഉണ്ട്. ഏജിന് റിലാക്സേഷൻ ഒരു ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നു. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് എ മിനിമം 50% മാർക്സ്. 50% മാർക്സ് ഗ്രാജുവേഷനിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ പോസ്റ്റ് ഇൻ പെർട്ടിക്കുലർ റിക്രൂട്ടിംഗ് ഓഫീസ് ഷുഡ് ബി പ്രൊഫിഷ്യൻ ഇൻ ദ ലോക്കൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം എന്നും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെയുള്ള ലാംഗ്വേജ് നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം എന്നും പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേഷൻ നടക്കുന്നത് എന്ന് കൊടുത്തിരിക്കുന്നു. സ്കീം ഓഫ് സെലക്ഷൻ പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പ്രിലിമിനറി എക്സാമിനേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. മാക്സിമം മാർക്സ് 100 ആണ്. ടോട്ടൽ ടൈം 60 മിനിറ്റ്, 1 മണിക്കൂറാണ് എക്സാമിനേഷൻ. ദെൻ മെയിൻ എക്സാമിനേഷൻ്റെ സിലബസും അതിൽ കൊടുത്തിരിക്കുന്നു. ടെസ്റ്റ് ഓഫ് റീസണിങ്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ അവെയർനെസ്, ദെൻ കമ്പ്യൂട്ടർ നോളജ്. അത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 200 ആണ്. മാക്സിമം മാർക്സ് 200 ആണ്. ടോട്ടൽ ടൈം 135 മിനിറ്റ്സ് ആണ്. ദെൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. The candidates professionally shortlisted from the online main examination will have to undergo language proficiency test. The LPT will be conducted in the official or local language of the state concerned as detailed in the Appendix 1. ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലുണ്ട്. മെയിൻ എക്സാമിനേഷൻ സെൻറ്ററും കേരളത്തിലുണ്ട്. അത് നമുക്ക് താഴേക്ക് നോക്കാം. Selected candidates will draw a starting
ബേസിക് പേ 29,000 ആണ് നിങ്ങൾക്ക് പെർ മന്ത് ലഭിക്കുന്നത്. ദെൻ സ്കെയിൽ ഓഫ് 29,000 ടു അതിൽ സ്കെയിൽ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വായിച്ചു നോക്കുക, ഓരോ സ്റ്റേജിലുമുള്ള ഇൻക്രീസ്, സ്റ്റേജിൽ എത്രയാണ് ഇൻക്രീസ്, നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ മന്ത്ലി ഗ്രോസ് എമൾമെൻറ്റ്സ് ഫോർ അസിസ്റ്റൻറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 58,514. ദെൻ നിങ്ങൾക്ക് സോൺ സെലക്ട് ചെയ്യാം എക്സാമിന്. സൗത്ത് സോണിലാണ് ബാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ് ആൻഡ് ട്രിവാൻഡ്രം വരുന്നത്, ഇൻക്ലൂഡിങ് കൊച്ചി. അപ്പോൾ സദേൺ സോണാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ട്രിവാൻഡ്രം ആണ് വരുന്നത്. ബാക്കി നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻ്റ് ആയവർ വേറെ ഏതെങ്കിലും വാക്കൻസി നോക്കിയിട്ട് വേറെ ഏതെങ്കിലും സോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. അവിടെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. ദെൻ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗൈഡ് ലൈൻസ് ഫോർ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ആപ്ലിക്കേഷനും നോട്ടിഫിക്കേഷൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നു. ദെൻ എക്സാമിനേഷൻ ഫീ SC ST PWD എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് 50 ആണ്, പ്ലസ് 18% ഓഫ് GST. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 450 ആണ് ഫീസ് വരുന്നത്. സ്റ്റാഫിന് ഫീ ഇല്ല. ദെൻ ദ ഓഫീസ് വൈസ് ലോക്കൽ ലാംഗ്വേജ് ഫോർ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ലാംഗ്വേജ് വൈസ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിനുള്ള നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് ഏതാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ട്രിവാൻഡ്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളത്തിലാണ് നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കേണ്ടത്. ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് അവൈലബിൾ ആസ് മീഡിയം ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ. ട്രിവാൻഡ്രത്താണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഓർ മലയാളം മീഡിയത്തിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. പ്രിലിമിനറി എക്സാമിന് നിങ്ങൾക്ക് കേരളത്തിൽ ട്രിവാൻഡ്രം സെൻറ്റർ ഉണ്ടായിരിക്കും. ട്രിവാൻഡ്രമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കവരത്തി സെൻറ്റർ ഉണ്ടായിരിക്കും. ലക്ഷദ്വീപിലാണെങ്കിൽ കവരത്തി നിങ്ങൾക്ക് സെൻറ്റർ ഉണ്ടായിരിക്കും. ദെൻ മെയിൻ എക്സാമിനേഷൻ കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ ആൻഡ് കവരത്തി സെൻറ്റർ ഉണ്ടായിരിക്കും. ദെൻ ഏതാണോ റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് അതിൻ്റെ ഇമെയിൽ അഡ്രസ്സും ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് നോട്ടിഫിക്കേഷൻ. ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് വായിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. നല്ലൊരു അവസരമാണ്. ഡിഗ്രി മാത്രമേ ചോദിക്കുന്നുള്ളൂ. RBIയിൽ ഒരു മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ഏകദേശം 650 പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ. കരിവെബിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളടുത്ത് എത്തുന്നതാണ്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.